Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. ചിനു കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലേ? ഞാൻ കേറി, അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല. 2-3 പ്രാവശ്യം കേറി നോക്കി, എന്നിട്ട് പോയതാ. അതെ. ആ അപ്പൊ ഇവിടെ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറൊക്കെ വിളിക്കുക ഇങ്ങോട്ട് പറഞ്ഞേ ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. ഇല്ല, ഞാൻ 2 പ്രാവശ്യം കേറി നോക്കി, അപ്പൊ ആരും ലക്ഷ്മിപ്രിയ എന്നായിട്ട് ഒരു കൂടി ഉണ്ടായിരുന്നു. ആ ലക്ഷ്മിപ്രിയ, നിങ്ങൾക്കിപ്പോ ഇംഗ്ലീഷ് പുതിയ വന്നില്ലേ? ഞാൻ 2 ദിവസം ക്ലാസ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇംഗ്ലീഷ് എടുക്കുന്ന പുതിയ ടീച്ചറാണ് ലക്ഷ്മിപ്രിയ. ടീച്ചർ പറഞ്ഞു ആരും ജോയിൻ ചെയ്യാനുള്ള കയറിയില്ല എന്ന് പറഞ്ഞേ. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ ആരും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, ആരെങ്കിലും ഒരാളെങ്കിലും ജോയിൻ ചെയ്യാതെ നമുക്ക് ക്ലാസ് തരാൻ പറ്റില്ല. നിങ്ങൾ എഴുതുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യുന്നതൊക്കെ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടേ? വെറുതെ ഇവിടെ ഞങ്ങൾക്ക് സ്ക്രീൻ നോക്കി മാത്രം പറഞ്ഞ് അതൊരു ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആരും ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്ലാസ് തരാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ ആവശ്യമാണ് ഇത് റിവിഷൻ. ഞങ്ങളുടെ ടോപ്പിക് ഒക്കെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഇനിയിപ്പോ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ആലോചിച്ചു പിള്ളേർക്കൊന്നും റിവിഷൻ വേണ്ടായിരിക്കോ, അതുകൊണ്ടാണ് അപ്പോ ആരും ജോയിൻ ചെയ്യാത്തതെന്ന്. അപ്പൊ നിങ്ങളുടെ ആവശ്യമാണ്. മാക്സിമം നമുക്ക് റിവിഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞും ഒക്കെ പോകുമ്പോ നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ നല്ലതല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് മറ്റുള്ളവർ കേറാത്തേന്ന് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നേ? നേരത്തെയാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നേ കേറാറ് നമ്മള് സ്ഥിരം? ഷാരോൺ ഉണ്ടായിരുന്നു, ജാസ്മിൻ. ഷാരോണും ജാസ്മിനും. പിന്നെ സുചിത്ര. സുമിത്ര അല്ലെ? സുമിത്ര. ഓക്കെ. ഞാൻ കേറിയ ക്ലാസ്സിൽ ജാസ്മിന് ഞാൻ മാത്രം ഉണ്ടാവാറുള്ളത്. അതെ അതെ. ആരെങ്കിലും പിന്നെയും പറയുവാണ്, നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് ഇവിടുന്ന് തരാൻ പറ്റില്ല. ഒരാളെങ്കിലും ജോയിൻ ചെയ്യാതെ ക്ലാസ് തരാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെയാണ് ആ നഷ്ടം വരുന്നത് ഒരു ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ മാക്സിമം നമ്മൾ എന്തായാലും ഇത്രയും ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പഠിക്കുന്നതാണ്. ചിലർക്ക് പിന്നെ ലൈവിൽ കയറാൻ പറ്റില്ല, റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ചിലർ കാണുന്നത്. എങ്കിലും നമ്മൾ ലൈവില് കറക്റ്റ് ഇപ്പൊ 1 മണിക്കൂറാണെങ്കിൽ അത് നമ്മൾ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും ആ ടൈമിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. നമുക്ക് അത്രയും പഠിക്കാൻ പറ്റും. പക്ഷെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അതേപോലെ നിങ്ങൾ 1 മണിക്കൂർ കറക്റ്റ് ഇരിക്കുമോ എന്നുള്ളത് അറിയില്ല. അതിന്റെ ഇടയ്ക്ക് എന്തിനെങ്കിലും ഒക്കെ ഒന്ന് എനിക്ക് പോകുമോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്യും. ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ 2 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് കാണേണ്ട വരും. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് തുടങ്ങി പറയുന്നതാണ്, മാക്സിമം ലൈവിൽ കയറാൻ പറ്റുന്നവര് കയറുക. ഞങ്ങൾക്കിപ്പോ ഒരു കുട്ടിയാണെങ്കിലും ഞങ്ങൾ ക്ലാസ് ഇവിടെ കൊടുക്കും. നിങ്ങൾക്കാണ് അതിന്റെ എന്താ പറയാ, മനഃപൂർവ്വം കയറാതിരിക്കരുത്. ഇപ്പോ ചിലർക്ക് ക്ലാസ്സിൽ വേറെ എല്ലാ ജോലിയോ കാരണം കൊണ്ട് നമുക്ക് ഈ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കയറാൻ പറ്റുന്നവര് കയറുക, മാക്സിമം നിങ്ങൾ കയറുക. ഓക്കെ. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഓക്കെ. എവിടെ വരെ എഴുതിയതെന്നൊന്ന് പറയോ ജിനു? ആംബുലൻസ് എല്ലാം എഴുതിയത് 2 ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല. എവിടെ വരെ ക്വസ്റ്റ്യൻ ആംബുലൻസ് സർവീസിൽ എത്ര ക്വസ്റ്റ്യൻ തന്നു നോക്കട്ടെ കേട്ടോ. ഓക്കെ. എന്നാണിപ്പോ നമുക്ക് നെക്സ്റ്റ് ഞാനിവിടെ 15 ക്വസ്റ്റ്യൻ ആണ്. ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഓൾസോ നോൺ ആസ് ഡാഷ് നോട്ട്. ബാക്കിക്ക് നമ്മള് ചെയ്തില്ലായിരുന്നോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്ന് അറിയില്ല. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നേ. CPR വരെയാണ് തോന്നുന്നു. കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എഴുതി എന്നുള്ളതാണ് എന്റെ ഓർമ്മ.
ഓക്കെ, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് CPR എന്ന് പറഞ്ഞാൽ അത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ അവിടെ വരെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഒരു 2-3 ക്വസ്റ്റ്യൻസ് എഴുതാം. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ ആരും നമുക്ക് ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. expand AED. Expand AED. Expand AED. AED എന്താ? Automated external defibrillators. Automated external defibrillators. എന്തോ എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. എങ്കിലും ജിനു എഴുതിയിട്ടില്ലല്ലോ. ഓക്കെ, ജിനു എഴുതിക്കോ. നെക്സ്റ്റ് എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Emergency care. The emergency care assistant. ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു പോർഷനിൽ നിന്നുള്ള കേട്ടോ. എമർജൻസി കെയർ അസിസ്റ്റന്റ് job is to help. Emergency care assistant job is to help the dash. Emergency care assistant job is to help the dash. ആരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്? ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. ടെക്നീഷ്യനോ പാരാമെഡിക്സിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട്. The job is to help the technician or paramedics. Emergency care assistant job is to help the technician or paramedics. Next question. Physician assistant are seen. Physician assistant are seen mainly mainly in dash countries. Physician English speaking countries. Okay. Next question. Nurses may also work on dash for critical care transport. Options ഞാൻ പറയാം. hospital, ambulance, clinics, rehabilitation centers. എവിടെയാണ്? ambulance. എവിടെ?
ആംബുലൻസ്. ആംബുലൻസ് അവിടെ കണ്ടോ, ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് കറക്റ്റ് ആൻസർ ആംബുലൻസ് ആണ്. നേഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. Next question. Doctors may be present. Doctors may be present in specialist ambulance unit. Doctors may be present in specialist ambulance unit is called a dash. Is called a dash. എന്താ പറയുന്നേ? Last, doctors may be present in specialist ambulance unit is called. എന്താ പറയുന്നേ? Notable. Last നോക്കിയേ, 10th one. Physician. അല്ലേ, physician ആണ്. Doctors may be present in specialist ambulance units. Physician. Okay. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ടത് കുറച്ചൊക്കെ എഴുതിയായിരുന്നു. ലാസ്റ്റ് ഒരു പോർഷൻ ആണ് എഴുതാണ്ടെന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കൂടി നോക്കാം. 27 ആണ് വെന്റിലേറ്റർ. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതാം കേട്ടോ. വെന്റിലേറ്റർ. വെന്റിലേറ്റർ. വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വെന്റിലേറ്റർ It's equipment that assists the lungs work. Okay, it's the equipment that assists the lungs work. ലങ്സിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻസിൽ പേഷ്യന്റിന് പ്രോപ്പർ ബ്രീത്തിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ബ്രീത്തിങ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ മാറ്റുന്നത്. ലങ്സ് എന്താണോ ചെയ്യുന്ന ജോലി ആ സെയിം ഇത് തന്നെയാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയർസ്. അപ്പൊ നമ്മള് വെന്റിലേറ്റേഴ്സിന് പറഞ്ഞു. ഈ നമ്മള് പിന്നെ നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് വെന്റിലേറ്റർ മേ ബി ഓൾസോ നോൺ ആസ് ബൈ അതർ നെയിംസ്. മറ്റു 2 പേരുകളിലൂടെ അറിയപ്പെടും. ഏതൊക്കെയായിരുന്നു? വെന്റിലേറ്റർ ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ. ഇത് 2 വെന്റിലേറ്റേഴ്സിന്റെ മറ്റൊരു പേരുകളാണ്. ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതാവും. പിന്നെ അടുത്ത നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് മേ ബി റിക്വയർ വെന്റിലേഷൻ. വെന്റിലേറ്റർ യൂസ് ചെയ്യുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഇത് എക്സാമിന് ചോദിക്കാം. Which of the following health conditions that may be require ventilators? ഇതിന് ആവശ്യമായിട്ട് വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? Acute respiratory distress syndrome. അപ്പൊ ARDS എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം അതിന്റെ ഒപ്പം പഠിക്കാം. Acute respiratory distress syndrome. Next, chronic COPD, chronic obstructive pulmonary disease. പിന്നെ നെക്സ്റ്റ് സിറ്റുവേഷൻ ഏതാ? Asthma, brain injury, cardiac arrest, pneumonia related with viral bacterial infection, collapsed lungs, stroke, coma, loss of consciousness, drug overdose, hypercapnic respiratory failure, lungs infection. Next,
Taenia മയാസ്തീനിയ ഗ്രാവിസ്. ഇതൊക്കെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നോട്ട് എഴുതിയതാണ്. മസില് ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ, ചുരുങ്ങി ഫുള്ള് ബോഡി ക്ഷീണിച്ചു വരുന്ന ഒരു സ്റ്റേജ് ആണ് ഈ മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ലോങ് ടൈം ആയിട്ട് ആ ഒരു സ്റ്റേജിൽ നമ്മൾ മെഡിറ്റേഷൻ കഴിക്കേണ്ട ഒരു ഇത് വരും. ഓക്കെ, മസിൽസ് ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് Species an infection in your blood. പറയുന്നത് ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ആ ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. നെക്സ്റ്റ് Upper spinal cord injuries. അപ്പർ സ്പൈനൽ കോഡ് ഇൻജുറീസ്. Premature lungs ഡെവലപ്മെന്റ്. ബേബീസിലൊക്കെ അവർക്ക് പൂർണ്ണ വളർച്ചയെത്തിയില്ല, ലങ്സ് പ്രോപ്പറായിട്ട് മച്ചുർ ആയിട്ടില്ലെങ്കിൽ, ഇത് വർക്കിംഗ് കണ്ടീഷൻ അത് ഇതാണ്, കുറവാണ്, കറക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രീമച്ചുർ ലങ് ഡെവലപ്മെന്റ് ബേബീസിൽ ആ ഒരു സിറ്റുവേഷൻസിലും വെന്റിലേറ്റർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിലാണ് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്നുള്ളത് ആ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ അതിന്റെ കുറച്ച് എക്സ്പാൻഡഡ് ഫോംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി അതിനകത്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് തന്നേക്കുന്നത് ഡ്യൂറിങ് സർജറി വെന്റിലേറ്റർ ആർ നീഡഡ്. പിന്നെ ഡ്യൂറിങ് സർജറി റിക്കവറി ഫ്രോം സർജറി. ഈ ഒരു ഇതിനകത്തൊക്കെ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന ഇതാക്കിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെന്റിലേറ്റർ എന്ന് പറയുന്നത് എന്താ, ഓൺ ക്യൂർ ആർ ഇൽനെസ് മാറ്റുന്ന ഒരു ഇതല്ല വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഹിസ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു മെയിൻറ്റെയിൻ the patient breathing while the body battle an infection, a disease or heals from trauma. വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഇത് മാറ്റുന്ന ഒരു ഇതല്ല എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രീത്തിങ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് ആ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമാണ് വെന്റിലേറ്റർ. അല്ലാതെ വെന്റിലേറ്റർ രോഗം മാറ്റുന്ന ഒന്നല്ല എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ വെന്റിലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് എയർവേയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ ചോദിക്കാം കേട്ടോ. യുവർ എയർവേ ഇൻക്ലൂഡ്സ് ഏതൊക്കെ ഭാഗങ്ങളാണ് എയർവേസ് വരുന്നത്, എയർവേയിൽ വരുന്ന ഭാഗങ്ങളൊക്കെയാണ് നോസ്, മൗത്ത്, ത്രോട്ട്. ത്രോട്ട് അതിന്റെ മെഡിക്കൽ നെയിമും കൂടി നോക്കണം കേട്ടോ. ഫാനക്സ്, ത്രോട്ട്, ത്രോട്ടിന്റെ ഫാനക്സ്, പിന്നെ വോയിസ് ബോക്സ്, ലാനക്സ്, ഫൈബർ, ട്രാക്കിയ, ലങ്, ബ്രോങ്കി. അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്ന മെഡിക്കൽ നെയിംസ് ആണ്, അതുകൂടി ഒന്ന് നോക്കിപ്പോകും. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് വൺ ഓഫ് ദ ടു മെത്തേഡ്സ് ഓഫ് പുഷിംഗ് ഓക്സിജൻ ഇൻടു ദ ലങ്സ് ഫ്രം എ വെന്റിലേറ്റർ ഈസ് ഐദർ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ വെന്റിലേറ്ററിൽ നിന്ന് ലങ്സിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന രണ്ട് രീതികൾ, രണ്ട് മെത്തേഡുകൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ബ്രീത്തിങ് ട്യൂബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാസ്കുകൾ യൂസ് ചെയ്യാം അല്ലെ. മാസ്ക് നോർമൽ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാസ്ക് വെച്ചിട്ട് തന്നെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്രിട്ടിക്കൽ കേസിലൊക്കെയാണ് ബ്രീത്തിങ് ട്യൂബ് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത്. നോർമൽ കേസ് ആകുമ്പോഴും നമുക്ക് ഇത് മാസ്ക് തന്നെ വെച്ചാൽ മതിയാവും. പിന്നെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് അതിൻ്റെതായ ഓരോ ഇതുണ്ട്. വൈൽ അറ്റാച്ച്ഡ് ടു വെന്റിലേറ്റർ ദേ ആർ അൺഎബിൾ ടു സ്പീക്ക്, ഈറ്റ് ഓർ മൂവ് എബൌട്ട്. ഈ ഇത് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ട്യൂബ് നമ്മുടെ ലങ്സിലേക്ക് ഇടുവാണല്ലോ. അപ്പൊ പേഷ്യന്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവരൊന്നും അറിയുന്നില്ല. കോൺഷ്യസ് സ്റ്റേറ്റില് കോൺഷ്യസ് ആയിരിക്കുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് അതിൻ്റെതായ അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയാ, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റിൽ തന്നെ കിടക്കേണ്ടതായിട്ട് വരും. അതിൻ്റെതായ ഓരോ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേണ്ടത് പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ റിക്വസ്റ്റ് ടു ഗെറ്റ് മോണിറ്റേർഡ് ഫോർ ദിസ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ മോണിറ്റർ ചെയ്യുന്നത്? വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ നോക്കും, ബ്രീത്തിങ് റേറ്റ് നോക്കും, ഓക്സിജൻ സാച്ചുറേഷൻ, ബ്ലഡിലെ ഓക്സിജന്റെ ലെവല്, ഓക്സിജന്റെ നില എങ്ങനെയാണ് എന്നുള്ളത് നോക്കും. പിന്നെ ചെസ്റ്റ് എക്സ്റേസ് ഓർ സ്കാൻസ്, ചെസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയോ, വർക്ക് ചെയ്തായോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇടയ്ക്ക് എന്ത് ചെയ്യണം, റെഗുലർ ചെസ്റ്റ് എക്സ്റേ ഓർ സ്കാനുകൾ ചെയ്യും. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. അഡീഷണലി ബ്ലഡ് ടെസ്റ്റ് വേണ്ടി
ഡിറ്റർമിൻ ദ ബ്ലഡ് ഓക്സിജൻ ഇൻ കാർബൺ ഡയോക്സൈഡ് എല്ലാം അളവിലുള്ള ബ്ലഡിലെ ഓക്സിജന്റെ ലെവല് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കും. ഇത്രയും ടെസ്റ്റുകളാണ് വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യൻസിന് മോണിറ്റർ ചെയ്യേണ്ട ടെസ്റ്റുകൾ. പിന്നെ അടുത്തത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ്. മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ബെനിഫിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ്? The patient doesn't have to exert as much effort to breathe. നമ്മൾ സാധാരണ ശ്വസിക്കുന്ന ആ ഒരു ഇത് വരുമോ, അത്രയും അവർക്ക് ബ്രീത്ത് ചെയ്യുന്ന ആ ഒരു പ്രയത്നം കൊടുക്കേണ്ട വരില്ല വെന്റിലേറ്ററിലായിരിക്കും. നോർമലി അത് ബ്രീത്ത് ചെയ്തോളുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യന്റിന് ഇങ്ങനെ നമ്മൾ വായു ഇങ്ങനെ ഭയങ്കര ശ്വാസം പിടിച്ച് ഇങ്ങനെ എടുക്കണ്ടയോ അല്ലെ അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. അത്രയും ബ്രീത്ത് ചെയ്യാനായിട്ട് ആ പേഷ്യന്റിന് അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല വെന്റിലേറ്റർ. അതങ്ങനെ ആ പേഷ്യന്റിന് ഹെൽപ്ഫുൾ ആണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ, ദ പേഷ്യന്റ് ബ്രീത്തിങ് ഈസ് ലൈക്ലി ടു ബിക്കം നോർമൽ. പേഷ്യന്റിന്റെ ബ്രീത്തിങ് സാധാരണ നിലയിലാകാൻ സാധ്യതയുണ്ട്. അതല്ലേ നമ്മൾ 1-2 ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടക്ക് കഴിയുമ്പോഴത്തേക്കും പേഷ്യന്റ് നോർമൽ ആകുമ്പോൾ വെന്റിലേറ്റർ ഇത് മാറ്റും അല്ലെ. അപ്പൊ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത, ഹെൽപ് ദ പേഷ്യന്റ് റിസീവ് ആസ് മച്ച് ഓക്സിജൻ as he or she requires. അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ സ്വീകരിക്കാൻ സഹായിക്കുന്നു. അത് ആവശ്യമുള്ള ഓക്സിജൻ ബ്രീത്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എയർവേ സ്ഥിരമായിട്ടുള്ള ഒരു എയർവേ നിലനിർത്തുന്നു. പിന്നെ പെർമിറ്റ് മെഡിക്കേഷൻ ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. മരുന്നുകൾ പ്രവർത്തിക്കാനും ശരീരം കൂടി മെച്ചപ്പെടാനും അനുവദിക്കുന്നു. പെർമിറ്റ് ചെയ്യുന്നു. അലൗ എന്നാണ് പെർമിറ്റ്സ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. allow medication to work and the body to make better. ഇത്രയും ആണ് വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞേക്കുന്നത്. അത് നോക്കണം. പിന്നെ അടുത്തത് റിസ്ക് ഓഫ് ബീയിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് വളരെയധികം ലങ്സ് നോർമലായിട്ട് ശ്വസിക്കാൻ പറ്റാത്തവർക്ക് വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വെന്റിലേറ്റർ. വെന്റിലേറ്റർ ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു എത്തിയില്ലെങ്കിൽ ആ പേഷ്യന്റ് ഡെത്ത് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെന്റിലേറ്റേഴ്സ് ക്യാൻ ബി സേവ്ഡ് ബൈ എ ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. വെന്റിലേറ്റർ ഉപയോഗിച്ച് ഒരു ജീവൻ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ കുറെ നാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ചില റിസ്കുകൾ ഉണ്ട്. അവർക്ക് ചില ഇത് വരാനുള്ള റിസ്കുകൾ എന്താ പറയാ, അതൊക്കെ ഒരു സൈഡ് എഫക്ട്സ് എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങളാണ് ഈ അടുത്ത് പറഞ്ഞേക്കുന്നത്. Few of the most common risk connected with the being on a ventilator includes. അതിനകത്ത് ഏതൊക്കെയാ അങ്ങനെയുള്ള പേഷ്യൻസിന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങള്? ഇൻഫെക്ഷൻ വരാൻ, പിന്നെ അടുത്ത ഇറിറ്റേഷൻ, ബ്രീത്തിങ് ട്യൂബ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെതായ ഒരു ഇറിറ്റേഷൻ, ത്രോട്ട് ഓർ ലങ്സിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാകാം. പിന്നെ അതുപോലെ വോക്കൽ കോഡ്സ് ഇഷ്യൂസ്, വോക്കൽ കോഡ്സിന്, ലാനക്സിന്, ബ്രീത്തിങ് ട്യൂബിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ അടുത്ത തന്നെ ഇനി എന്താണ്? പൾമണറി എഡിമ, ശ്വാസകോശത്തിലെ എന്താ പറയാ, ഹെയർ സാക്സ് ഇൻ ദ ലങ്സ് ക്യാൻ ഗെറ്റ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. ആ ഒരു ഇതിനെയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ ലങ്സിലെ വായുസാക്ഷികളിലെ ഒരു ഫ്ലൂയിഡ് വന്ന് നിറയുന്നു ആ സ്റ്റേജ് പൾമണറി എഡിമ. ലാസ്റ്റ് ആണ് ബ്ലഡ് ക്ലോട്ട്. ഓരോ ഈ കുറെ ഇതിനകത്ത് നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ എന്താ പറയാ, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്തൊക്കെയാണ്? സെഡേഷൻ ബ്ലഡ് ക്ലോട്ട്, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർ ലങ് ഇഞ്ചുറി. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും പെട്ടെന്ന് ഏൽക്കുന്ന ഒരു ഇഞ്ചുറിയും കൊണ്ട് നമ്മുടെ ബോധം ഒരു നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ നമുക്കൊരു മറവി ഉണ്ടാകുന്ന, ഗുരുതരമായി മറവി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലൂയിഡ് ഓവർഹെഡ് കണ്ടീഷൻ, ക്രോണിക്കൽ ടോക്സിറ്റി ആൻഡ് റീനൽ ഫെയിലിയർ, ഫ്ലൂയിഡ് ഓവർഹെഡ്. പിന്നെ അടുത്തത് പിന്നെ ലങ് ഇഞ്ചുറി ഒക്കെ വരാം. ലങ് ഡാമേജ്, ലങ്സിന്റെ ഡാമേജ് കാര്യങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞ് several reasons. എന്തൊക്കെ കാര്യം കൊണ്ടാണ് ലങ്സ് ഡാമേജ് വരുന്നത്? Pressure in the lungs, both normally it's a layer seeps into the space between the lungs and the chest wall. പിന്നെ oxygen toxicity. ലങ് ഡാമേജ് ഉണ്ടാകുന്ന കുറച്ച് റീസൺസ് പറഞ്ഞേക്കുന്നത്.
പിന്നെ അടുത്ത വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യന്റിനെ ആരാണ് അവര് പരിശോധിക്കുന്ന ആരൊക്കെയാണ്? ഹു അറ്റൻഡ് ടു ദ പേഷ്യന്റ് ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ്. ആരൊക്കെയാണ് അവരെ നോക്കുന്നത്? ആരൊക്കെയാണ്? മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ്, കെയർ പ്രൊവൈഡേഴ്സ് ലൈക്ക് ആരൊക്കെയാണ്? ഫിസിഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, pulmonary specialist, psychotherapist, or respiratory therapist, and nurse. the nurses are liable to take care of them. പിന്നെ അടുത്ത ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ഇതൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത്. എന്താണ്? The preventive maintenance of the equipment to be done periodically. Periodically ആ preventive maintenance equipmentsന്റെ വെന്റിലേറ്റർ എന്ന് പറയുന്ന ആ equipmentന്റെ preventive maintenance ഒക്കെ periodically ചെയ്യണം. പിന്നെ obtainability of well-trained staff in care of patient in ventilator. വെന്റിലേറ്ററിലെ പേഷ്യന്റിനെ പരിചരിക്കുന്നത് ഒരു നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആണ്. അതെല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഒരു നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ് അവരെ കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പിന്നെ അടുത്ത മൂന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ കെയർ ഓഫ് ദ വെന്റിലേറ്റർ പേഷ്യന്റ്. വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ടാകും. അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ സഫീഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി അവൈലബിൾ. സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ, ലഭ്യമായിട്ടുള്ള റിസോഴ്സുകൾ അനുവദിക്കുക. ഇത്രയും കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നോക്കി പോയിട്ടുണ്ട് ആ ചാപ്റ്റർ. ഇനി ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ എന്തൊക്കെയാണെന്നുള്ളത് കിട്ടുമല്ലോ. എഴുതിക്കോ. Dash is an equipment. First question എഴുതിക്കോ. Dash is an equipment. Dash is an equipment that assists ASSISTS. Dash is an equipment that assists the lungs work. Medical ventilator. Okay, medical ventilator. Ventilator ആണെങ്കിൽ ഓക്കെ അത് എഴുതാം. മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഓപ്ഷൻസ് നോക്കി ആൻസർ എഴുതാം കേട്ടോ. Dash is an equipment that assists the lungs work. മെഡിക്കൽ ഞാൻ ടെസ്റ്റിലെ ഇട്ടത് നേരെ തിരിച്ചായിരുന്നു ഇട്ടേക്കുന്നത്. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ഡാഷ് വർക്ക്. അങ്ങനെയായിരുന്നു മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇട്ടായിരുന്നു, തിരിച്ചിട്ടായിരുന്നു. ഏതാ? ലങ്സ് വർക്ക്. അപ്പൊ രണ്ട് രീതിയിൽ ചോദിച്ചാലും അത് എഴുതാം. Dash is an equipment that assists the lungs work. Medical ventilator. Okay. Second question. Dash helps to pump. Dash helps to pump air. Dash helps to pump air in and out of the lungs. Dash helps to pump air in and out of the lungs. Ventilator. Ventilator. Next one. Next question. A ventilator is
A ventilator is also known as dash. A ventilator is also known as dash. എഴുതാം നമുക്ക് അല്ലെ ഓർ മെക്കാനിക്കൽ വെന്റിലേഷൻ വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ്. ബ്രീത്തിങ് മെഷീൻ ഓർ മെക്കാനിക്കൽ വെന്റിലേഷൻ രണ്ടും അവിടെ എഴുതിക്കോട്ടോ, ബാറിട്ട് എഴുതിയാൽ മതി. Ventilator is also known as breathing machine or ventilator is also known as mechanical ventilation. Options നോക്കുക. ബ്രീത്തിങ് മെഷീനിലാണ് ഓപ്ഷൻസിൽ കറക്റ്റ് എങ്കിൽ അത് എഴുതുക. ഇനി മെക്കാനിക്കൽ വെന്റിലേഷൻ ആണെങ്കിൽ അത് എഴുതുക. ഇനി രണ്ടും ഉണ്ടെങ്കിൽ അവിടെ എഴുതുക ബോത്ത് എ ആൻഡ് ഡി. എ ബി ആണ്, രണ്ടും ഉണ്ട് എന്നുള്ളത്. സി ഡി ആണെങ്കിൽ ബോത്ത് സി ആൻഡ് ഡി. നിങ്ങൾ നോക്കി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The patient's condition is the patient's ചിലതൊക്കെ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കേട്ടോ. എങ്കിലും റിവിഷൻസിൽ കുറച്ച് റിവിഷൻ തരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അത്രയും പഠിച്ചു പോകാം. നമുക്ക് ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ളൂ. നമ്മൾ ഓരോ പാരഗ്രാഫ് വൈസ് ഒക്കെ കുറച്ചൊക്കെ നോക്കിയിട്ട് തരുന്നത്. അപ്പൊ നിങ്ങള് പിന്നെ പ്രിന്റഡ് നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഉള്ള കുറച്ചും കൂടിയൊക്കെ നോക്കി പോവാട്ടോ. ടൈപ്പ് ആയിട്ട് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത് എനിക്ക് അത് വായിക്കുമ്പോ അതൊന്ന് നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്തോ ഇങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം. എല്ലാവരും ഫുള്ള് നമ്മൾ പറയണല്ല. ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ വന്നിട്ട് ഒരു 500 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയാൻ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒബ്ജക്റ്റീവ് അല്ലേ, ഡാഷ് ഇട്ട് വേണമെങ്കിൽ എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് തരുന്നത് കേട്ടോ. കുറെ ചെയ്യാൻ തോന്നുന്നതും അങ്ങനെയൊക്കെ ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കി എഴുതാം. ഓക്കെ, ദ പേഷ്യന്റ് കണ്ടീഷൻ ഈസ് more critical. The patient condition is more critical. More critical. Dash. If the patient condition is more critical, dash may be pressed down to the throat, to supply lungs with the oxygen. ബ്രീത്തിങ് മാസ്ക് പോരാ അല്ലേ? ബ്രീത്തിങ് ട്യൂബ്. ഓക്കെ, ബ്രീത്തിങ് ട്യൂബ് യൂസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Which of the following health conditions require a ventilator? ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷനിലാണ് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത്? ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽത്ത് കണ്ടീഷൻ റിക്വയർ എ വെന്റിലേറ്റർ? Which of the following health conditions require a ventilator? A. Brain injury. Option D is asthma, ASTHMA, asthma. Option C is lungs
infection, lungs infection, lungs infection. Option D ഏതാ? All of the above. All of the above. ഓക്കെ, ഈ പറഞ്ഞേക്കുന്ന 3 കണ്ടീഷൻസും ഹെൽത്ത് കണ്ടീഷനും വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. റെസ്പിറേറ്ററി, ആസ്മ, ലെഗ് ഇൻഫെക്ഷൻ 3നും ആവശ്യമാണ്. നമ്മുടെ കറക്റ്റ് ആൻസർ all of the above. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. expand ARDS. ARDS. Acute respiratory distress syndrome. Okay. Acute respiratory distress syndrome. It is. Okay, next question. Expand COPD. COPD. Chronic obstructive pulmonary disease. Okay, chronic obstructive pulmonary disease. പഠിക്കുന്നില്ലേ ഈ ക്വസ്റ്റ്യൻസ്? നമ്മളിപ്പോ എഴുതണം, ഇനി ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. Millions. ഓക്കെ, ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്യാം, പഠിച്ചു തീർക്കാം. ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ പഠിച്ചു പോകാം കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. നെക്സ്റ്റ് ഭാഗത്ത് നിന്ന് okay, next question. A ventilators responsibility is to maintain ventilator responsibility. RESPONSIBILITY. A ventilator's responsibility is to maintain the patient's dash. A ventilator responsibility is to maintain dash. To maintain Patient breathing. patient's breathing maintain ചെയ്യുക. Next one. Next one, windpipe is also called the dash. അല്ലെങ്കിൽ മെഡിക്കൽ നെയിം അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എഴുതാം the windpipe is also called dash. ഏതാ windpipe-ന്റെ മറ്റൊരു പേര് ഏതാ? Also called Trachea. trachea. Okay, very good. Trachea. TRACHEA. Windpipe is also called trachea. Next question. A human being's
A human beings, B-I-N-G-S, a human beings airway, human beings airway includes, airway includes, a human being's airway includes, options ഞാൻ തരാം. Includes throat, T-H-R-O-A-T, throat. Option A, throat. Option B, heart, heart, H-E-A-R-T, heart. Option C, chest, chest. Option D, none of the above. Airway include ചെയ്തേക്കുന്ന ഏതാ? Throat. 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 അപ്പൊ അത് നോക്കിക്കൊള്ളട്ടോ. എയർവേയിലെ നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിറ്റ് പൈപ്പ്, ലങ് ട്യൂബ്, ഇത്രയാണ് എയർവേയുടെ ഹ്യൂമൻ ബീങ്സിന്റെ എയർവേ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Which are the two methods? Which are the two methods which are the two methods used for pushing oxygen? Which are the two methods for pushing oxygen into the lungs? Into the lungs. Pushing oxygen into the lungs from a ventilator. Which are the two methods for pushing oxygen into the lungs from a ventilator? ഏതൊക്കെ രണ്ട് മെത്തേഡുകള്? From a ventilator. Breathing tube. Fitted. രണ്ടെണ്ണം. എന്നിട്ട് ബ്രീത്തിങ് ട്യൂബ് വഴി അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ചിട്ട് കൊടുക്കാം. Breathing tube or a fitted mask. Next one. പിന്നെ a patient on a mental health care get monitored for this. ഏതൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എഴുതിക്കോ. A patient on ventilator requires, R-E-Q-U-I-R-E-S, requires to get monitored for his dash. A patient on ventilator requires to get monitored for his dash. എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത്? ഓപ്ഷൻസ് ഞാൻ തരാം. ഓപ്ഷൻ എയിൽ എഴുതാം respiratory rate, respiratory rate, R-E-S-P-I-R-A-T-O-R-Y, respiratory rate. Option B എഴുതാം blood pressure, blood pressure, blood pressure. Option C എഴുതാം heart rate, heart rate.
not great. Option D എഴുതാം, all of the above. All of the പറഞ്ഞ മൂന്നെണ്ണം അതിനകത്ത് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. റെസ്പിറേഷൻ റേറ്റ്, നെക്സ്റ്റ് പറഞ്ഞത് ബ്ലഡ് പ്രഷർ, നമ്മുടെ ഹാർട്ട് റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are which of the following benefits of mechanical ventilation? Which of the following are benefits of mechanical ventilation? Okay, options ഞാൻ പറയാം. Helps the patient receive RECEIVE, help the patient receive as much oxygen as he or she requires. Option B യിൽ തന്നേക്കുന്നത് maintain a stable airway. Maintain a stable airway. Next, option C യിൽ തന്നേക്കുന്നത് both A and B. D യിൽ none of the above. എന്താ മനസ്സിലാവും? both A and B. Option C. ഓപ്ഷൻ സി ആണ് both A and B. രണ്ടും ബെനിഫിറ്റ്സിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് which condition is the air sac? Which condition is the air sac? Which condition is the air sac in the lungs? Is the air sac in the lungs can get filled up with the fluid? Can get filled up with the fluids. ആ കണ്ടീഷൻ ഏതാ? എയർ സാക്ക് ഫ്ലൂയിഡ് വെച്ച് നിറയുന്ന കണ്ടീഷൻ Pulmonary edema. പൾമണറി എഡിമ. Pulmonary edema. Okay, next question.
breathing tube can harm the dust. The breathing tube can harm the dust. ഒന്നുകൂടി പറയാമോ സർ? വോയിസ് ബോക്സ് എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കിയിട്ട് എഴുതാം കേട്ടോ. ഏതാണ് നമ്മുടെ ഇതിനകത്ത് വന്നത് ഏതാന്ന് നോക്കിയിട്ട് എഴുതാം. ഇതിനകത്ത് നമ്മുടെ തന്നിട്ടുണ്ട് ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ഹാം ദ വോയിസ് ബോക്സ് എന്നാണ് തന്നേക്കുന്നത്. അത് ആണ് കറക്റ്റ് ആയിട്ട് തന്നേക്കണെങ്കിൽ അത് തന്നെ എടുത്ത് എഴുതാം. വോയിസ് ബോക്സ് ക്വസ്റ്റ്യൻ കിടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Next one. What are the things? Last question. What are the things that ventilator related? What are the things that ventilator related administration ensures? What are the things that ventilator related administration ensures? Ventilator ആയിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഷുവർ ആക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് 4 പോയിന്റ്സ് വരുന്നത് കേട്ടോ. അതുകൂടി നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിന്റഡ് നോട്ട് നോക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ പറയാ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മതി. എന്തായാലും നമുക്കിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾക്ക് ഫൈനൽ എക്സാമിനാണെങ്കിലും ഈ നോട്ടിന് ബേസ് ചെയ്ത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെയുള്ള ചെറിയ വേർഡ്സുകൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വേറെ നമ്മുടെ ഇപ്പൊ ചാപ്റ്റർ റിവിഷൻസ് പിന്നെ കൊണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ അതൊന്ന് ഇവിടെ ഒന്ന് നമുക്ക് ഓഫീസിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. മാം ഉണ്ട് ചോദിച്ചിട്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിഞ്ഞ കുട്ടികൾക്ക് കഴിഞ്ഞ ബാച്ചിലെ പിള്ളേർക്ക് ഫൈനൽ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ആണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഒരു ചാപ്റ്റർ വൈസ് ഉള്ള റിവിഷനൊക്കെ നമ്മുടെ ഇപ്പൊ ഇതും കൂടി നമ്മുടെ മൊഡ്യൂൾ 1 and 2 എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ ആയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞു. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതി പോന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ എന്താ പറയാ നമ്മുടെ റിവിഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാക്സിമം നിങ്ങൾ കിട്ടുന്ന സമയം ഇന്ന് പഠിക്കുക. അടുത്ത് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എക്സാം. ഓക്കെ, ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു.